ഹലോ. അപ്പം നമ്മൾ രാമേശ്വരം അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല, ധനുഷ്കോടിക്കാണ്. അപ്പോൾ ധനുഷ്കോടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഗോസ്റ്റ് ടൗൺ, ഹോണ്ടഡ് വില്ലേജ്, ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന വഴി നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസോ ബാഗ്സോ ഒന്നും നമ്മൾ അവിടെ ഇടാനായിട്ട് പാടില്ല. കാരണം അതവർ പ്രിസേർവ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് നമുക്കങ്ങനെ അവരവിടുന്ന് എന്താ പറയുക ആദ്യം പറഞ്ഞ് ആ ഒരു ചെക്ക് പോസ്റ്റിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാട്ടോ വിടണം. അപ്പോൾ അവിടെ ഒരു 20 രൂപ നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഫുൾ സ്ട്രേറ്റ് റോഡാട്ടോ, 15 കിലോമീറ്റർ സ്ട്രേറ്റ് റോഡാണ്. രണ്ട് സൈഡിലും സീ ആണ് വരുന്നത്, നമ്മുടെ ബേ ഓഫ് ബംഗാളും അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷനും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു റോഡ് കാണാം. അപ്പോൾ ഈ റോഡ് സ്ട്രേറ്റ് പോകുമ്പോൾ നമ്മൾ NH 87 കേട്ടോ പോയിരുന്നത്. എന്താ പറയുക, കൊച്ചി ധനുഷ്കോടി റോഡിൽ നിന്നും കൂടി അറിയപ്പെടുന്ന ഒരു റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് ലെഫ്റ്റിലേക്ക് പോയപ്പോൾ അടിപൊളി വെള്ളം, എന്താ പറയുക ഭയങ്കര ശാലം, നമുക്കിങ്ങനെ എന്താ പറയുക അടിഭാഗം ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുന്നൊരു വെള്ളം ഉണ്ടോ ഇല്ലയെന്ന് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുന്നേ, ഒരു 4-5 വർഷം മുന്നേ ഇവിടെ ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കര തന്നെയായിരുന്നു. ഇപ്പോൾ വെള്ളം കയറി വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ഒരു കുഞ്ഞൊരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു തോന്നുന്നു, അറിയില്ല. അവിടെ എന്തായാലും ഒരു ഡെഡ് എൻഡ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ NH 87 കയറാട്ടോ. നമ്മുടെ സീഷോർ പോയിൻ്റ് ഉണ്ടല്ലോ ധനുഷ്കോടിയുടെ ലാസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ, എന്ന് വെച്ചാൽ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ, അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആ ഒരു പോയിന്റിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് വെറും 24 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ സുഖമായിട്ട് എന്താ പറയുക, നമുക്കൊരു സീ ട്രാൻസ്പോർട്ട് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ശ്രീലങ്കയ്ക്ക് എന്ത് ഈസി ആയിട്ട് പോകാം അല്ലേ. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഗവൺമെൻറ് കുറച്ച് ഇനീഷ്യേറ്റീവ്, എന്താ പറയുക, അതേപോലെ ശ്രീലങ്കൻ ഗവൺമെൻറ്റും രണ്ടുപേരും കൂടി കോപ്പറേറ്റീവായിട്ട് നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുക്കാവുന്നതാണ്. ഒരു സീ ട്രാൻസ്പോർട്ടോ എന്തെങ്കിലുമൊക്കെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക് സുഖമായിട്ട് ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് ഇടാം. കാരണം 24 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരം കുറച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ധനുഷ്കോടിക്ക് ഇനി എത്താനായിട്ട് വെറും 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ആ പോകുന്ന റോഡ് എന്ന് പറയുന്നത് ദ ബ്യൂട്ടി ഈസ് ലൈക്ക് ഇൻസെയിൻ. ആ ഒരു സ്കൈയും അതേപോലെ ആ വാട്ടർ, അത് രണ്ടും കൂടി മേർജ് ചെയ്യുന്ന ലൈന് പോലും അറിയാൻ പറ്റാത്ത രീതിക്കുള്ള സ്കൈ ബ്ലൂ അല്ല ക്രിസ്റ്റൽ ബ്ലൂ വാട്ടർ. ഇവിടുത്തെ വാട്ടർ അത്രയും രസമാണ്. ഈ സൈഡിലൊക്കെ കാണുന്ന ഓലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷാക്സ് ആണ്. അപ്പോൾ ഈ ഷാക്സിൽ നമുക്ക് ഹോട്ടൽ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഫുഡ് കിട്ടുക എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫിഷ് ഐറ്റംസ് ആയിരിക്കും കൂടുതൽ. പിന്നെ ദോശ, സാമ്പാർ ആ ഐറ്റംസും കിട്ടും. പിന്നെ ഇവിടെ കിട്ടുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ സീന്ന് തന്നെ അവർ ഫ്രഷായി പിടിച്ചിട്ട് നമ്മൾ പറയുന്ന പോലെ വറുത്ത് തരും കേട്ടോ. ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വറുത്ത് തരുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ പോകുമ്പോൾ സൈഡിൽ കാണുന്നത് റിമെയിൻസ് ആണ്, നമ്മുടെ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ റിമെയിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ റിമെയിൻസും ഇല്ലാണ്ടായി തുടങ്ങി. കാരണം ഇതിന് നമുക്കൊരു പ്രിസർവേഷനോ ഒന്നുമില്ല, അത് ജസ്റ്റ് അങ്ങനെ ഇട്ടേക്കാണ്. ആൾക്കാർ വരിക, കാണുക, പോവുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നൊരു ടവറാണ്. ഈ ടവർ റീസെൻ്റ്ലി ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സൈക്ലോണും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഉള്ളതല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ളൊരു സൈക്ലോൺ ഹിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുൾ വില്ലേജ് ഇല്ലാണ്ടായി പോയത്. ആൻഡ് ദിസ് ഹാപ്പൻഡ് ഇൻ ദ ഇയർ 1964 ഓൺ December 22. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സൈക്ലോണിൽ എന്തോരം ആൾക്കാർ, 1000-2000 ആൾക്കാരായിട്ടും ഇല്ലാണ്ടായി പോയിട്ടുള്ള ആ ഒരു ഫുൾ വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു സിവിലൈസേഷൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഈ ധനുഷ്കോടി ഒരു മെയിൻ അട്രാക്ഷൻ ആവാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ ഹിന്ദു മിത്തോളജി പ്രകാരം മറ്റേ എന്താ പറയുക രാമസേതു ഇല്ലേ, ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ് കേട്ടോ, സീതേനെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ള ഫൈനൽ പോയിൻ്റാണ്. ഇവിടെ അശോക സ്തംഭിൽ പില്ലേഴ്സ് ഓഫ് അശോക കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ എൻഡ് പോയിൻ്റ്. ഇവിടുന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ബീച്ച്. ദിസ് ഈസ് ദ ലാസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ, ബേസിക്കലി ദ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് നോക്കി, പക്ഷേ ഞങ്ങളവിടെ എത്തിയ ടൈം ഭയങ്കര മോശം ടൈമായിരുന്നു. ലൈക്ക് 2 മണിക്കാണ് അവിടെ എത്തിയത്. നട്ടുച്ച വെയിലത്ത് ഭയങ്കര പൊട്ടൊരു ഡിസിഷനായിരുന്നു ആ ഒരു ടൈമിൽ പോകാൻ. പക്ഷേ നമുക്ക് വേറൊരു ടൈം ഇല്ലായിരുന്നു. പിന്നെ അതേപോലെ അവർ കോഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. നമ്മൾ മാക്സിമം എന്താ പറയുക, സീ ശാന്തമല്ലെങ്കിൽ കാമല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഇറങ്ങാണ്ടിരിക്കാൻ നോക്കുക. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. അതല്ലാണ്ട് സേഫ്റ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ കുറവാട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനായാലും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. വെയിലടിച്ച് നമുക്കൊന്നും കാണാനില്ല, ആ ഒരു ഏരിയയുടെ ഭംഗിനെ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പുലർച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി
മണി 7 മണി നേരത്ത് വരിക, അതല്ലെങ്കിൽ വൈകുന്നേരം വരിക, ഈ ഉച്ച നേരത്ത് വരാതിരിക്കുക. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നൈറ്റ് മധുര എത്തണം, എന്നിട്ട് മറ്റന്നാൾ അക്കുൻ്റെ അരങ്ങേറ്റുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇത് എന്താ പറയുക, നമുക്ക് ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ എല്ലാം ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ വരേണ്ടി വന്ന്. ഇത് കണ്ട് വെയിൽ കാരണം അച്ഛനും അമ്മയും തലേ ഷോൾ ഇട്ടിട്ട് പോകും, ഞങ്ങളവിടെ വെയിലും കൊണ്ട് പിന്നാലെ നടക്കും. ഞങ്ങൾ ഒരു മൈൻഡും ഇല്ല അവർക്ക്, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ നല്ല വെയിലുള്ളതായിരുന്നു, പക്ഷേ സ്ഥലം അടിപൊളി സ്ഥലമാണ്, എന്തായാലും കാണാൻ ഒരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ സൈഡിൽ നമ്മൾ വരുമ്പോൾ ഫ്രൂട്ട്സ് കണ്ടു, അതേപോലെ ഉപ്പിലിട്ടതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ നമുക്കത് എന്തായാലും പോയി വാങ്ങാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവർ കുറേ പേര് എന്ത് വെയിലത്തവരിയ്ക്കുന്നതെന്ന് അറിയും, ഇത് വിൽക്കാനായിട്ട് ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നട്ടപ്പാറ വെയിലത്തായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വാട്ടർ മെലൺ കഴിക്കാൻ തോന്നി, അപ്പോൾ ഞാൻ വാട്ടർ മെലൺ പറഞ്ഞു. പിന്നെ അതേപോലെ അവിടെ മാങ്ങ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ഇല്ലാത്തതൊന്നുമില്ല, പല വെറൈറ്റി സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മറ്റേ ഇവർ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് തരും കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതിന് വെറും 20 രൂപ, ചിലതിന് 30 രൂപ അങ്ങനെ കേട്ടോ. എന്താ പറയുക, ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് വലിയ കത്തി പ്രൈസ് ഒന്നും വാങ്ങുന്നില്ല, അവരൊരു നോർമൽ പ്രൈസ് തന്നെയാണ് പറയുന്നത്. ഇത് അവർ ഇത്രയും ദൂരം എന്താ പറയുക മാർക്കറ്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക, അതേപോലെ മുറിച്ച് വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ കോണും വാങ്ങിയിരുന്നു, അമ്മയ്ക്ക് കോൺ കഴിക്കാൻ തോന്നിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് അച്ഛൻ്റെ കയ്യിലാണ് കോൺ പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അച്ഛൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പോവാട്ടോ, നമ്മളിനി തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ ഒരു റോഡിൽ നിന്ന് പറഞ്ഞ് കുഞ്ഞു റോഡാട്ടോ ഈ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ട്രാഫിക് ജാം ഉണ്ടാവും, കാരണം ആൾക്കാർ നമ്മൾ കോർഡിനേഷൻ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, നമ്മൾ കോർഡിനേറ്റ് ചെയ്താൽ തന്നെയാണ് നമുക്കിവിടെ കോപ്പറേറ്റീവായിട്ട് വലിയ പ്രശ്നം ഇല്ലാണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇവിടെ വേറെ ആരും ഇല്ല, ട്രാഫിക് റൂൾസ് നോക്കാനോ അങ്ങനെയൊന്നും ആരുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഭംഗിയുള്ള ബീച്ച് കണ്ടപ്പോൾ അക്കുവിന് റീൽ എടുക്കാനായിട്ട് നിർത്തിയത് കേട്ടോ. നല്ല രസമായിട്ട് ഈ ഒരു ബീച്ച്, ലൈക്ക് ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. അതേപോലെ ഈ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു പോയിൻ്റ് ഉണ്ട്, കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല, ഇവിടെ ഇങ്ങനെ ഈ എന്താ പറയുക ഇറങ്ങാനായിട്ടുള്ള സെറ്റപ്പായിട്ട് വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങുകയും ചെയ്യാം. ഇത് കണ്ടതും ബാക്കി റിമെയിൻസ് ആണ് ധനുഷ്കോടിയുടെ. ഈ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ക്രൈസ്റ്റ് ചേർച്ച് ഉണ്ടായിരുന്നു, ആ ഒരു ചേർച്ചിൻ്റെ ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ റിമെയിൻസും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല, വേറെ ഒന്നുമല്ല, നല്ല വെയിലായിരുന്നു, അപ്പോൾ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആ ഒരു റിമെയിൻസൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് സങ്കടം കാര്യമൊക്കെ തോന്നുന്നുണ്ട്. ഒരുപാട് പേര് ഒറ്റൊരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി പോയതല്ല, എത്ര പേരുടെ ജീവിത ആഗ്രഹമൊക്കെ അല്ല ഇല്ലാണ്ടായി പോയത്. നമ്മളെ ലൈഫ് മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ എന്താ, നമ്മളിപ്പോൾ ഇതാ ബീച്ച് ഇറങ്ങാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞില്ല, അപ്പോൾ ആ ഏരിയയിൽ ഇതേപോലെ ഉണക്കമീനും ഫ്രഷ് മീനും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ വിൽക്കാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബീച്ച്. അപ്പോൾ അക്കുവിന് കാലുമ്പോൾ മണ്ണായി, കാല് കഴുകണമെന്ന് വേണ്ടിയിട്ട് അവൾ ബീച്ചിലേക്ക് ഇറങ്ങിയേക്കാണ്. അങ്ങനെ വലിയ തിരയും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ തിരയും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ എന്താ പറയുക, പ്യുവർ വാട്ടറിലേക്ക് എന്ത് ക്ലീനാണെന്നറിയോ, ഒട്ടും അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ശരിക്കും എന്താ പറയുക ഈവനിങ്ങിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ച് തന്നെയാണ്, അടിപൊളി ബീച്ചാണ്. പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് കുറേ ഷെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് കാണും. അതൊക്കെ ഈ സീന്ന് തന്നെ അവർ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡെക്കർ ഐറ്റംസ് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും അമ്മമ്മയും അച്ഛനും ഒക്കെ കാറിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ മാത്രം ബീച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഈ സൈഡിലും മീനും എല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് സാധനമായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ പോണ വഴി, നമ്മൾ മധുരയിൽ പോണ വഴി എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീട് കാണാണ്ട് പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ ഹൗസ് ഓഫ് അബ്ദുൽ കലാം, വലിയ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീട് വലിയ ദൂരമല്ല എന്ന് കണ്ടു. അപ്പോൾ ആളുടെ ചൈൽഡ്ഹുഡ് ഹൗസ് ഒന്ന് കാണാനായിട്ട് നമ്മൾ മാപ്പൊക്കെ ഇട്ട് കറങ്ങി തിരിങ്ങി കുറച്ചധികം ബുദ്ധിമുട്ടി, എന്നാലും അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൂ ഗേറ്റ് കാണുന്നില്ലേ, ഇതാണ് കേട്ടോ ഹൗസ് ഓഫ് കലാം. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ പാർക്ക് ചെയ്യാനും ആൾക്കാർക്ക് വരാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ പോയാലും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ്. അപ്പോൾ അതിവിടെ അവർ ഈസി ആയിട്ട് എല്ലാവർക്കും വന്ന് പാർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കയറാൻ പോയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചപ്പലൊക്കെ നമ്മൾ പുറത്ത് ഊരിയിട്ടിട്ട് ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു കുഞ്ഞ് സ്റ്റെയർ ആയിരുന്നു കേട്ടോ കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനൊരു വീട് വൈബ് എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഒരു
ഒരു മ്യൂസിയം അല്ലെങ്കിൽ മെമ്മോറിയം പോലെ ഒരു സെറ്റപ്പിലാണ് ആളുടെ ഒരു വീട് അവർ മാറ്റിയെടുത്തിട്ടുള്ളതെന്ന്. പിന്നെ അതേപോലെ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അവർ, ആ സാധനങ്ങൾ വിൽക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രസമായിരുന്നു. ആളുടെ ഒരു വീട് കണ്ടു, വീട് വൈബ് അല്ലായിരുന്നു, ഒരു മെമ്മോറിയൽ പോലെയായിരുന്നു. പിന്നെ അതിന് പുറത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു കോട്ടാട്ടോ, യു കെ നോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സാണ് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എന്താവണം, എങ്ങനെയാവണം നമുക്ക് തീരുമാനിക്കുന്നത് നമ്മുടെ ഹാബിറ്റ്സാണ്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്തും നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി മധുരയിലുള്ള വ്ളോഗായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.